നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. പരസ്യപ്രചരണം അവസാനത്തിലെത്തുമ്പോൾ ഓരോ മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിന്റെ നാളാണ്. വ്യാഴാഴ്ച കേരളം കാത്തിരിക്കുന്ന വോട്ടെടുപ്പ് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാരിൽ ആവേശമുണർത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ മിനി മാരത്തോൺ. സ്വീപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോട്ടായനം 2026 ജില്ലാതല പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ബേഡകത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. കാസർഗോഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വനിതാ ലീഗ് നേതാവ് നടത്തിയ മുനാഫിക് പരാമർശത്തിൽ സമസ്തയ്ക്കുള്ളിൽ എതിർപ്പ്. വിശ്വാസിയായ സ്ഥാനാർത്ഥിയെ മുനാഫിക് എന്ന് വിളിച്ചത് ഗൗരവതരമെന്ന് കുമ്പോൾ സയ്യിദ് അലി തങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാരിൽ ആവേശമുണർത്താൻ പുല്ലൂർ പെരിയ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്രയും പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. സ്വീപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനാധിപത്യത്തിന്റെ പെൺകരുത്ത വോട്ടായനം 2026 പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗാനാലാപന മേഖലയിൽ പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി രാജ റെസിഡൻസിയിൽ ലൈവ് ഓർക്കസ്ട്രയുടെ പശ്ചാത്തലത്തിൽ സൂപ്പർ സിംഗർ സീസൺ 9 സംസ്ഥാനതല ഗാനാലാപന മത്സരം നടത്തി. ജൂനിയർ വിഭാഗത്തിൽ ശ്യാം അരൈ, ജൂനിയർ വിഭാഗത്തിൽ സൈന മീത്തൽ എന്നിവർ ജേതാക്കളായി. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം ഭണ്ഡാരവീട് തറവാട് നാഗപ്രതിഷ്ഠയും ദത്തേശ്വരി അമ്മയുടെ കൃഷ്ണശിലാ പ്രതിഷ്ഠയും ഏപ്രിൽ 10, 11, 12 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. വോട്ടെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. പരസ്യപ്രചരണം അവസാനത്തിലെത്തുമ്പോൾ ഓരോ മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിന്റെ നാളാണ്. വ്യാഴാഴ്ച കേരളം കാത്തിരിക്കുന്ന വോട്ടെടുപ്പ് നടക്കും. ഒരു മാസത്തോളം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. കനത്ത വേനൽ ചൂടിലും തളരാതെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് മുന്നണികൾ. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഇനി 2 നാൾ മാത്രമാണുള്ളത്. ചൊവ്വാഴ്ചയാണ് പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ട്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കൊട്ടിക്കലാശം കളറാക്കുവാനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഓരോ മണ്ഡലത്തിലും വിവിധ കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അതേസമയം പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ആവേശം അതിരുകടക്കാതിരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങളുമായി അധികാരികളുടെ നിർദ്ദേശങ്ങളെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ യോഗവും ചേർന്നു. ജില്ലയിലെ 268 പ്രശ്നബാധിത ബൂത്തുകളിലും സുരക്ഷ ശക്തമാക്കുവാൻ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി കേന്ദ്ര സേനാംഗങ്ങളോട് ആവശ്യപ്പെട്ടു. തപാൽ വോട്ടും വീട്ടിൽ വോട്ടും സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിലും കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശ ദിനം സമാധാനപൂർണ്ണമാക്കുന്നതിന് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ വേണമെന്നും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചു. കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇക്കുറി കടുത്ത മത്സരത്തിനാണ് വേദിയൊരുങ്ങിയിരിക്കുന്നത്. 3 പ്രധാന മുന്നണികളും തങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പ്രചരണത്തിലുണ്ടായ അതേ വീറും ആവേശവും കാഴ്ചവെച്ച് തങ്ങളുടെ ശക്തി അറിയിക്കുവാനും വോട്ടുകൾ ഒന്നും കൂടി ഉറപ്പിക്കാനുള്ള അവസരമായി കൊട്ടിക്കലാശത്തെ മുന്നണികൾ മാറ്റും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാരിൽ ആവേശമുണർത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ മിനി മാരത്തോൺ. സ്വീപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോട്ടായനം 2026 ജില്ലാതല പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ബേഡകത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. ബേഡകം ടൗൺ പരിസരത്ത് നടന്ന ചടങ്ങിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് KV ശ്രുതി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. യുവജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പിനോടുള്ള ആഭിമുഖ്യം കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ 100% പോളിംഗ് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ ജില്ലാ ഭരണകൂടം ആസൂത്രണം ചെയ്യുന്നത്. ഓരോ വോട്ടിന്റെയും പ്രാധാന്യം വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് ADM അഭിപ്രായപ്പെട്ടു. ഒരു പൗരൻ എന്ന നിലയിൽ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് നമ്മുടെ കടമയാണെന്നും എല്ലാവരും പോളിംഗ് ബൂത്തിലെത്തണമെന്നും അവർ പറഞ്ഞു.
ബേഡകം മുതൽ കുണ്ടംകുഴി വരെ നടന്ന മാരത്തോണിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി നൂറുകണക്കിന് പേർ പങ്കെടുത്തു. 5 കിലോമീറ്ററോളം ദൂരം വെറും അരമണിക്കൂർ കൊണ്ട് ഓടിത്തീർത്താണ് വിജയികൾ ഫിനിഷിംഗ് പോയിന്റിലെത്തിയത്. പുരുഷ വിഭാഗത്തിൽ ചന്നകേശവ ദേലമ്പാടി 1ാം സ്ഥാനം കരസ്ഥമാക്കി. മഹേഷ് ദേലമ്പാടി 2ാമതായും പ്രജീഷ് കാറടുക്ക 3ാമതായും ഫിനിഷ് ചെയ്തു. വനിതാ വിഭാഗത്തിൽ ജയശ്രീ ദേലമ്പാടി 1ാം സ്ഥാനവും ധന്യ ദേലമ്പാടി 2ാം സ്ഥാനവും നേടി. സഞ്ജന കരിന്തളത്തിനാണ് 3ാം സ്ഥാനം. വിജയികൾക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ വീതം ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു. കുണ്ടംകുഴി ടൗണിൽ നടന്ന സമാപന ചടങ്ങിൽ അഡീഷണൽ SP ദേവദാസ് CM വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. സ്വീപ്പ് നോഡൽ ഓഫീസറും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററുമായ രതീഷ് പിലിക്കോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KM കിഷോർ കുമാർ സ്വാഗതവും CK വിജയൻ നന്ദിയും പറഞ്ഞു. CDS ചെയർപേഴ്സൺ ഗുലാബി, ജില്ലാ പ്രോഗ്രാം മാനേജർ S മനു, കൊറഗ സ്പെഷ്യൽ കോർഡിനേറ്റർ യദുരാജ്, P രാജു, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ M ജിഷ, P ഗീതു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വനിതാ ലീഗ് നേതാവ് നടത്തിയ മുനാഫിക് പരാമർശത്തിൽ സമസ്തയ്ക്കുള്ളിൽ എതിർപ്പ്. വിശ്വാസിയായ സ്ഥാനാർത്ഥിയെ മുനാഫിക് എന്ന് വിളിച്ചത് ഗൗരവതരമെന്ന് കുമ്പോൾ സയ്യിദ് അലി തങ്ങൾ. നാടിന്റെ വികസനം പറഞ്ഞു വേണം വോട്ട് തേടാനെന്നും അദ്ദേഹം. കഴിഞ്ഞ ദിവസം പൊതുപരിപാടിക്കിടെയായിരുന്നു വനിതാ ലീഗ് നേതാവ് ആയിഷത്ത് ഫർസാന ഷാനവാസ് പാദൂരിനെതിരെ വിവാദ പരാമർശം നടത്തിയത്. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വനിതാ ലീഗ് നേതാവ് ആയിഷ ഫർസാന നടത്തിയ വിവാദ പരാമർശത്തിൽ കടുത്ത എതിർപ്പുമായി സമസ്ത രംഗത്ത്. ഒരു വിശ്വാസിയെ കപട വിശ്വാസി എന്ന് വിളിച്ചത് ഗൗരവതരമാണെന്ന് സമസ്ത നേതാവ് കുമ്പോൾ സയ്യിദ് അലി തങ്ങൾ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സഭ്യേതര ഭാഷ ഉപയോഗിക്കണമെന്നും വികസനവും ക്ഷേമ പ്രവർത്തനവും മുൻനിർത്തി വോട്ട് തേടുകയാണ് വേണ്ടതെന്നും കുമ്പോൾ തങ്ങൾ പറഞ്ഞു. ജാതിയും മതവും പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവർക്കെതിരെയും വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെയും ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും. അത്തരക്കാരെ ചെരിപ്പ് കൊണ്ടടിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും കുമ്പോൾ തങ്ങൾ പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ മുനാഫിക്കാണെന്നാരോപിച്ച് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷ ഫർസാന മുള്ളേരിയയിലെ UDF കുടുംബയോഗത്തിൽ നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എനിക്ക് പേര് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആരാണ് നമ്മളുടെ എതിരാളി എന്നും നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കെട്ടിപ്പോയ ഒരാളുണ്ടല്ലോ, അവരിപ്പോഴും ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഈ കാസർഗോഡ് മണ്ഡലം കണ്ടിട്ട് ഒരാളും പനി പിടിച്ചു കിടക്കേണ്ടതില്ല. അവിടെ തന്നെ തുടങ്ങേണ്ടി വരുമെന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്, കടക്കൂപ്പുറത്ത് ഈ കാസർഗോഡിന്റെ മണ്ണ്. സമസ്തയുടെ ഇരുവിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഷാനവാസ് പാദൂർ. സംഭവം വിവാദമായതോടെ LDF പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാരിൽ ആവേശമുണർത്താൻ പുല്ലൂർ പെരിയ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്രയും പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. സ്വീപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനാധിപത്യത്തിന്റെ പെൺകരുത്ത് വോട്ടായനം 2026 പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാരിൽ ആവേശമുണർത്താൻ പുല്ലൂർ പെരിയ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്രയും പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. സ്വീപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനാധിപത്യത്തിന്റെ പെൺകരുത്ത് വോട്ടായനം 2026 പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്.
പെരിയാർ ടൗൺ പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പെരിയാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം കുടുംബശ്രീ ജില്ലാ മിഷൻ MDMCD ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ നമ്മളെ കുറച്ച് വയസ്സുള്ള ആൾക്കാർ ഇപ്പം വോട്ട് ചെയ്യാനും ഭയങ്കര വിമുഖത കാണിക്കുന്നുണ്ട്. അതിന് എതിരായിട്ട് ഇലക്ഷൻ കമ്മീഷനും ജില്ലാ ഭരണകൂടവും കുടുംബശ്രീ ജില്ലാ മിഷനും CDSും സംയുക്തമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് കുടുംബശ്രീക്കാർ ഇടപെട്ടുകൊണ്ട് മുഴുവൻ നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഈ വോട്ടെടുപ്പിൽ പങ്കാളികളാക്കുക, 100% വോട്ട് ചെയ്യിപ്പിക്കാനാക്കുക. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും നല്ലൊരു ഗ്രാസ് റൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് കുടുംബശ്രീ. അതുകൊണ്ടാണ് ഗവൺമെൻറ് കുടുംബശ്രീയെ സംസ്ഥാന വ്യാപകമായി ഏൽപ്പിച്ചത്. ചടങ്ങിൽ പുല്ലൂർ പെരിയാർ CDS ചെയർപേഴ്സൺ പ്രീതി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കോർഡിനേറ്റർ രമ്യ ഗിരീഷ്, സപ്പോർട്ടിംഗ് സ്റ്റാഫായ മുരളി, മനീഷ, ശാലിനി എന്നിവർ നേതൃത്വം നൽകി. കുടുംബശ്രീ അംഗങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പിനോടുള്ള ആഭിമുഖ്യം കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ 100% പോളിംഗ് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് ഷോ ആവേശമായി. കാഞ്ഞങ്ങാട് പുതിയ സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ 100 കണക്കിന് ബൈക്കുകളിലായി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച റോഡ് ഷോ ആവേശമായി. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ 100 കണക്കിന് ബൈക്കുകളിലായി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നഗരത്തിലൂടെ സഞ്ചരിച്ച നോർത്ത് കോട്ടശ്ശേരിയിൽ സമാപിച്ചു. M ശ്രീജിത്ത്, ഗിനീഷ്, ധനീഷ് ബിരിക്കുളം, സുജിത് മോനാച്ച, വിഷ്ണുജി, ജിനു ശങ്കർ, സോയ KK തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വേലാസുരം ഗവൺമെന്റ് UP സ്കൂൾ 73ാം വാർഷികാഘോഷം റിതം അറ്റ് 2K26 വിവിധ പരിപാടികളോടെ നടന്നു. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സർഗസായാഹ്നം, കിലുക്കാംപെട്ടി, കലാസന്ധ്യ എന്നീ പരിപാടികൾ നടന്നു. വേലാസുരം ഗവൺമെന്റ് UP സ്കൂൾ 73ാം വാർഷികാഘോഷം റിതം അറ്റ് 2K26 വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി സർഗസായാഹ്നം, കിലുക്കാംപെട്ടി, കലാസന്ധ്യ എന്നീ പരിപാടികൾ നടന്നു. പ്രമുഖ നാടക പ്രവർത്തകനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ രവി ഏഴോം പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ അംഗൻവാടി കുഞ്ഞുങ്ങളുടെ അതിമനോഹരമായ ഡാൻസുകൾ കണ്ടുകൊണ്ടാണ് 7 മണിക്ക് തന്നെ ഞാനിവിടെ എത്തിയത്. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കേണ്ട സമയമാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ 8:30 പ്രസംഗിക്കണം. നിങ്ങൾ വിചാരിക്കുന്നതാവും ഭാഗ്യം, ഇവൻ വേഗം പോവില്ല, പ്രസംഗിച്ചിട്ടേ പോവില്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു സൗന്ദര്യം, പൊതുവിദ്യാലയത്തിൻ്റെ ഒരു സൗന്ദര്യം നമ്മളിങ്ങനെ കാണുകയാണ്. എനിക്ക് അംഗൻവാടി അധ്യാപകരോട് ഉള്ളൊരു അപേക്ഷ, നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നല്ല മലയാള പാട്ടുകൾ പാടി ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഈ ഡിസ്ക് ഡാൻസ് ദയവായി നിങ്ങൾ നമ്മുടെ അംഗൻവാടി കുട്ടികളെയെങ്കിലും പഠിപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. അവർ പഠിക്കേണ്ടത് ഭാഷയുടെ സൗന്ദര്യമുള്ള പാട്ടുകളാണ്. അമ്പിളി മാമനു കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി, മാനത്തെ മേഘത്തിനാരു തയ്ച്ചിതു നല്ല പുതപ്പിതു ചേലായി, കൊച്ചു കൊച്ചു തുമ്പികൾ കൊച്ചരിപ്പിറാവുകൾ പിച്ച വെച്ചു നടന്നു. എത്ര മനോഹരമായിട്ടാണ് കുട്ടികൾ പാടിയത്, കളിച്ചത്. അല്ലാതെ കുറേ തമിഴ് ഹിന്ദി പാട്ടുകൾ ചേർത്തുകൊണ്ട് കുട്ടികൾക്കറിയാത്ത ഭാഷയിൽ ഇങ്ങനെ ദയവായി നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കരുത് എന്ന് അംഗൻവാടി ടീച്ചർമാരോട് ഞാൻ വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയല്ല. PTA പ്രസിഡന്റ് P വിനോദ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ T വിഷ്ണു നമ്പൂതിരി റിപ്പോർട്ട് അവതരണം നടത്തി. വാർഷികാഘോഷത്തിൽ വെച്ച് ഓടപ്പുഴം പുരസ്കാര ജേതാവ് നാടൻപാട്ട് കലാകാരൻ രവി വാണിയമ്പാറയെ അനുമോദിച്ചു. PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, SMC ചെയർമാൻ A പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് KV അമൃത, മുൻ PTA പ്രസിഡന്റ്മാരായ P കൃഷ്ണൻ, KV സുകുമാരൻ,
പ്രദേശത്തെ ക്ലബ് പ്രവർത്തകരായ അർജുൻ ചന്ദ്രൻ, KP കുമാരൻ, നിതീഷ് കുമാർ, മണിക്കുട്ടി ബാബു, K ശ്രീകാന്ത്, V സനൂപ്, T മനൂഷ്, P ഗിരീഷ് കുമാർ, P ഗോപി, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് K ഉമാദേവി, സ്കൂൾ ലീഡർ K ആദിദേവ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ T വിഷ്ണു നമ്പൂതിരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി N ശോഭന നന്ദിയും പറഞ്ഞു. തുടർന്ന് വേലാശ്വരത്തെയും പരിസര പ്രദേശങ്ങളിലെയും അംഗൻവാടി കുട്ടികളുടെയും വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനാധിപത്യ സംരക്ഷണത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് കേന്ദ്ര വഖഫ് ബോർഡ് കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് BM ജമാൽ പറഞ്ഞു. ഉദുമ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി K നീലകണ്ഠനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക പ്രവർത്തകർ പള്ളിക്കരയിൽ സംഘടിപ്പിച്ച വിജയം കയ്യിൽ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ സംരക്ഷണത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരണമെന്ന് കേന്ദ്ര വഖഫ് ബോർഡ് കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് BM ജമാൽ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധമായി തീർന്നെന്നും അതിനാൽ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ പോലും തുടർഭരണം ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദുമ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി K നീലകണ്ഠനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകർ പള്ളിക്കരയിൽ സംഘടിപ്പിച്ച വിജയം കയ്യിൽ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനന്ന് സർവീസിലുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ പഴയ സഹഭാരവാഹിയായിരുന്ന ബാലകൃഷ്ണന്റെ വിജയത്തിനും പ്രവർത്തനത്തിനും വേണ്ടി ഞാൻ ഇവിടെ സജീവമായി ഒരു വാശിയോട്, കാരണം 3ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ആ സർക്കാരിനോടുള്ള ഫൈറ്റിന്റെ ഭാഗമായിട്ട് ഒരു വാശിയോടുകൂടി വീറോടുകൂടി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുകയും ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എല്ലാവരുടെ പ്രവർത്തനങ്ങളും ഏർപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ തവണയെങ്കിലും നമ്മൾ വിജയിക്കുമെന്ന് എനിക്ക് ഭയങ്കരമായ ഒരു ധാരണയുണ്ടായിരുന്നു. അന്ന് പുതുമ ജയിച്ചില്ലെന്ന് മാത്രമല്ല, അടുത്ത സർക്കാർ എന്റേതാണ്, ഞാൻ കാണിച്ചു തരാം എന്ന ഒരു നെഞ്ചുറപ്പോട് കൂടിയായിരുന്നു ഞാൻ അന്ന് അറിയുന്നത്. അന്ന് നമ്മുടെ സർക്കാർ വന്നില്ല. ചിത്രകാരനും സംഘാടകനുമായ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ VV പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഘവൻ കുളങ്ങര, ബാബു മണിയങ്ങാനം, സത്യൻ പൂച്ചക്കാട്, K അനിൽകുമാർ, ഹസീബ് ഹസൻ, ശ്രീജ പുരുഷോത്തമൻ, ജയശ്രീ മാധവൻ, കണ്ണൻ കരുവാക്കോട്, സുരേഷ് ബേക്കൽ, CK വേണു, രാജൻ ആയമ്പാറ, വേണു പള്ളം, സലീം പള്ളിക്കര, മാധവ ബേക്കൽ, PK അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയ തലത്തിൽ നടന്ന കളരിപ്പയറ്റ് ചവിട്ടിപ്പൊങ്ങൽ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായ സിദ്ധാർത്ഥിന് നെറ്റടുക്കം ചലഞ്ച് ബ്രദേഴ്സ് ക്ലബ് ഉപഹാരം നൽകി ആദരിച്ചു. കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ വിഷു വിപണി സജീവമായി. വിപുലമായ കളക്ഷൻസ് ആണ് ശോഭിക ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വിഷു വിപണി ലക്ഷ്യമാക്കി കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ വിപുലമായ കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങുന്ന വസ്ത്ര സങ്കല്പങ്ങളോടെയാണ് വിഷു വിപണിയിലെ കളക്ഷൻസ് ശോഭിക ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ശോഭിക പർച്ചേസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് കളക്ഷൻ ഒക്കെ? ഏറ്റവും മികച്ച കളക്ഷനാണ് ശോഭിക. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? ആദ്യം അത് ചോദിക്കട്ടെ. കളക്ഷൻസ് ഒക്കെ നല്ല കളക്ഷൻസ് ആണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് അല്ലേ? ശോഭിക വെഡിങ്സിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, കുറേ തവണ വന്നു. എന്താണ് ശോഭിക വെഡിങ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. നല്ല സെലക്ഷൻ ഉണ്ട്. നല്ല കളക്ഷൻസ് ആണല്ലേ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്? നല്ല കളക്ഷൻസ് ആണ്. നമ്മളെ വേർത്തിന് പറ്റിയ, നമുക്ക് പ്രൈസ് ലെസ് ആണ്, ഒക്കെ കൊണ്ട് നല്ലതാണ്. ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സീസണൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒത്തിരി വെറൈറ്റീസ് അവർ കൊണ്ടുവരാറുണ്ട്. നല്ല കളക്ഷൻസ് ആണ്. റേറ്റ് ഒക്കെ എങ്ങനെയാണ്? വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമില്ല. സെറ്റുമുണ്ട്, സെറ്റ് സാരി, കുട്ടികൾക്കിണങ്ങിയ പല നിറങ്ങളിലും മോഡലിലുമുള്ള പട്ടുപാവടകൾ എന്നുവേണ്ട
നിരവധി കളക്ഷൻസും ഉപഭോക്താക്കൾക്കായി ശോഭിക ഒരുക്കിയിരിക്കുന്നു. കാഞ്ഞങ്ങാട് നഗരം തന്നെ വിഷു വിപണിയിൽ അമർന്നിരിക്കുകയാണ്. കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്ത് തിളങ്ങി നിൽക്കുന്ന ശോഭിക വെഡിങ്സിൽ വിഷുവിന്റെ വരവറിയിച്ച് ഉപഭോക്താക്കൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കമാനം ശോഭികയിലെത്തുന്ന ഉപഭോക്താക്കളെ ഏറെ ആകർഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊള്ളക്കട മൂലയിൽ ശ്രീ വിഷ്ണുമൂർത്തി പൊറ്റൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പൊള്ളക്കട മൂലയിൽ ശ്രീ വിഷ്ണുമൂർത്തി പൊറ്റൻ ദേവസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പൊറ്റൻ തെയ്യത്തിന്റെ പുറപ്പാടും വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ദൈവങ്ങളുടെ അനുഗ്രഹം തേടിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാണിയമ്പാറ ഉദയഗിരി ശ്രീ മഹാകാളി ക്ഷേത്രത്തിൽ നഗരഭജന പൂജാ മഹോത്സവത്തിനും പ്രതിഷ്ഠാ ദിനാഘോഷത്തിനും സമാപനമായി. സമാപന ദിവസം മഹാപൂജ നടന്നു. വാണിയമ്പാറ ഉദയഗിരി ശ്രീ മഹാകാളി ക്ഷേത്രത്തിലെ നഗരഭജന പൂജാ മഹോത്സവത്തിനും പ്രതിഷ്ഠാ ദിനാഘോഷത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. സമാപന ദിവസം മഹാപൂജ നടന്നു. തുടർന്ന് ഗുളികൻ ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാണിയമ്പാറ ഉദയഗിരി ശ്രീ മഹാകാളി ക്ഷേത്രത്തിനായി വാണിയമ്പാറയിലെ കോട്ടയാർ സമുദായത്തിന്റെ നേതൃത്വത്തിൽ കമാനം നിർമ്മിച്ച് ദേവസന്നിധിയിൽ സമർപ്പിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് നഗരഭജന പൂജാ മഹോത്സവത്തിലും പ്രതിഷ്ഠാ ദിനാഘോഷത്തിലും പങ്കെടുക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളത്തൂർ ശ്രീ കാപ്യ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കൊളത്തൂർ ശ്രീ കാപ്യ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി രക്തചാമുണ്ടി, ഉച്ചക്കുറത്തി, വിഷ്ണുമൂർത്തി, പടിഞ്ഞാർ ചാമുണ്ടി, കാപ്യ പഞ്ചുരുളി, മൂവാളംകുഴി ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. പരസ്യപ്രചരണം അവസാനത്തിലെത്തുമ്പോൾ ഓരോ മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിന്റെ നാളാണ്. വ്യാഴാഴ്ച കേരളം കാത്തിരിക്കുന്ന വോട്ടെടുപ്പ് നടക്കും.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാരിൽ ആവേശമുണർത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ മിനി മാരത്തോൺ. സ്വീപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോട്ടായനം 2026 ജില്ലാതല പ്രചരണ പരിപാടിയുടെ ഭാഗമായാണ് ബേഡകത്ത് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത്. കാസർഗോഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വനിതാ ലീഗ് നേതാവ് നടത്തിയ മുനാഫിക് പരാമർശത്തിൽ സമസ്തയ്ക്കുള്ളിൽ എതിർപ്പ്. വിശ്വാസിയായ സ്ഥാനാർത്ഥിയെ മുനാഫിക് എന്ന് വിളിച്ചത് ഗൗരവതരമെന്ന് കുമ്പോൾ സയ്യിദ് അലി തങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർമാരിൽ ആവേശമുണർത്താൻ പുലൂർ പെരിയ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്രയും പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. സ്വീപിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനാധിപത്യത്തിന്റെ പെൺകരുത്ത വോട്ടായനം 2026 പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗാനാലാപന മേഖലയിൽ പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി രാജ് റെസിഡൻസിയിൽ ലൈവ് ഓർക്കസ്ട്രയുടെ പശ്ചാത്തലത്തിൽ സൂപ്പർ സിംഗർ സീസൺ 9 സംസ്ഥാനതല ഗാനാലാപന മത്സരം നടത്തി. ജൂനിയർ വിഭാഗത്തിൽ ശ്യാം അരൈ, ജൂനിയർ വിഭാഗത്തിൽ സൈന മീത്തൽ എന്നിവർ ജേതാക്കളായി. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം ഭണ്ഡാരവീട് തറവാട് നാഗപ്രതിഷ്ഠയും ദത്തേശ്വരി അമ്മയുടെ കൃഷ്ണശിലാ പ്രതിഷ്ഠയും ഏപ്രിൽ 10, 11, 12 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.